ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പം ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വർക്കൗട്ട് വീഡിയോകളൊന്നും തന്നെ അപ്ലോഡ് ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന കുറച്ച് വീഡിയോകളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്. അപ്പം ഫ്രണ്ട്സ്, ഞാൻ ഒരു കാര്യം പറയാനായിട്ടാണ് വന്നത്. അപ്പം നിങ്ങൾക്ക് വീട്ടിൽ വർക്കൗട്ട് ചെയ്യാൻ നിങ്ങൾ എന്തിനാണ് യഥാർത്ഥത്തിൽ മടിക്കുന്നത്? നിങ്ങൾക്ക് വർക്കൗട്ട് അറിയില്ല എന്ന് കരുതിയിട്ടാണോ? അതോ നിങ്ങൾക്ക് ഫിറ്റ്നസ്സിന് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണോ? അപ്പോൾ ഏതൊരു ആൾക്കാർക്കും ആഗ്രഹം കാണും, നമ്മുടെ ശരീരമൊക്കെ നല്ലോണം ഫിറ്റാക്കി വെക്കണം, നല്ല സ്ട്രോങ് ആക്കി വെക്കണം, മറ്റുള്ള രോഗങ്ങളൊന്നുമില്ല, നമുക്ക് ജീവിക്കണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം എല്ലാവർക്കും കാണും. പക്ഷേ ഭൂരിഭാഗം ആൾക്കാർക്കും മടിയാണ്. വർക്കൗട്ട് ചെയ്യാനുള്ള മടി, അല്ലെങ്കിൽ ഡയറ്റ് ഫോളോ ചെയ്ത് കൊണ്ടുപോകാനുള്ള മടി, ഇതൊക്കെയാണ് മിക്കവാറും ആൾക്കാർക്കുള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സ്, എൻ്റെ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഞാൻ 16-ാമത്തെ വയസ്സിൽ ഏകദേശം വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ 44 വയസ്സായി. പക്ഷേ ഈ 44-ാമത്തെ വയസ്സിലും ഞാൻ ഈ ഫിറ്റ്നസ്സിനെയൊക്കെ വളരെയധികം സ്നേഹിക്കുകയാണെന്നല്ല ഫ്രണ്ട്സ് പറയണത്, ഒരു ഭ്രാന്തമായൊരു സ്നേഹം തന്നെയാണ്. കാരണം ഏതാണ്ട് 16 വയസ്സിൽ തുടങ്ങിയ ആ ഒരു യാത്ര ഈ ഒരു വയസ്സിലും ഞാനിങ്ങനെ അതേ സ്റ്റാമിനയോടുകൂടി, അതേ ഫിറ്റ്നസ്സോടുകൂടി ഞാൻ ഈ പ്രായത്തിലും ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. കാരണം അത് ഫിറ്റ്നസ്സിനോടുള്ള അമിതമായ ഒരു ഭ്രാന്ത് തന്നെയാണ് ഫ്രണ്ട്സ്. ഇടയ്ക്ക് വെച്ച് എനിക്ക് കൈവിട്ടുപോയ എൻ്റെ ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരാനൊക്കെ വളരെയധികം ഈ വർക്കൗട്ട് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാനത് സത്യസന്ധമായ കാര്യമാണ് ഫ്രണ്ട്സ് ഞാനീ പറയുന്നത്. കാരണം ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഈ ഫിറ്റ്നസ്സിൽ നിന്നും വർക്കൗട്ടിൽ നിന്നൊക്കെ മാറിയെന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾക്കായിട്ടുള്ള ഓട്ടപ്പാച്ചിലുണ്ടതിലൊക്കെ തീർച്ചയായിട്ടും ഒരുപാട് ദുശീലങ്ങളിലൊക്കെ ഞാനും ചെന്നപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെന്നപ്പെട്ട ദുശീലങ്ങൾ എൻ്റെ ജീവിതം തീർച്ചയായിട്ടും എന്നെ ഒരു വല്ലാത്തൊരു നിലയിലൊക്കെ കൊണ്ടെത്തിച്ച ഒരു അവസ്ഥയുണ്ടായിരുന്നു. കാരണം അതിനോടൊക്കെ ഒരു അഡിക്ഷൻ തന്നെ തോന്നി തുടങ്ങിയ ഒരു സമയത്ത് സത്യത്തിൽ എൻ്റെ ജീവിതം എന്നെ കൈവിട്ട് പോവുകയാണെന്ന് എനിക്ക് തോന്നിയ സമയത്തും എന്നെ തിരിച്ചു കൊണ്ടുവരാൻ സഹായിച്ച എൻ്റെ കുറച്ച് ഫിറ്റ്നസ് സ്നേഹിതന്മാരുണ്ടായിരുന്നു. കാരണം അവർ എനിക്ക് നല്ലോണം മോട്ടിവേഷൻ തന്നു. ആ ഒരു മോട്ടിവേഷനിൽ നിന്നാണ് ഞാൻ പിന്നെയും തിരിച്ച് ഈ ഒരു ഫിറ്റ്നസ്സിൻ്റെ ഇൻഡസ്ട്രിയിലോട്ട് വരുന്നതും പിന്നെ വർക്കൗട്ടുകൾ ചെയ്യാൻ തുടങ്ങിയതും. ഓക്കെ ഫ്രണ്ട്സ്, അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ഉറപ്പായിട്ടും പറയുന്നത്, നിങ്ങൾ ഈ ഒരു ഫിറ്റ്നസ് ജേണി നിങ്ങൾ ആരംഭിക്കും. നിങ്ങൾ വീട്ടിൽ തന്നെ നിങ്ങളൊരു ഫിറ്റ്നസ് ജേണി നിങ്ങൾ ആരംഭിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സ് ഞാൻ ഉറപ്പ് പറയാം, നിങ്ങൾക്ക് നല്ല ആരോഗ്യത്തോടുകൂടി നിങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളില്ല, നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. ഓക്കെ, എനിക്കിപ്പം ഞാൻ പറഞ്ഞല്ലോ 44 വയസ്സായി. ഈ 44 വയസ്സിനിടയ്ക്ക് എനിക്ക് ജീവിതശൈലി രോഗങ്ങളൊന്നും ഇതുവരെയൊക്കെ തന്നെ പിടിപെട്ടിട്ടില്ല. ഇപ്പം ഷുഗർ, എൻ്റെ പ്രായത്തിലുള്ള എൻ്റെ മിക്കവാറും കൂട്ടുകാർക്കൊക്കെ തന്നെ പൊണ്ണത്തടി, അല്ലെന്നുണ്ടെങ്കിൽ ഷുഗർ, അല്ലെങ്കിൽ പ്രഷർ, അല്ലെന്നുണ്ടെങ്കിൽ കൊളസ്ട്രോൾ, ഇതെല്ലാം വർദ്ധിച്ച് നടക്കാൻ പോലും വയ്യാത്ത ഫ്രണ്ട്സുകളുണ്ട്. നടുവിന് ഡിസ്കിനൊക്കെ പ്രശ്നമായിട്ട് നടക്കാൻ പറ്റാത്തൊരു മുട്ടുവേദന, ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ. പക്ഷേ ഫ്രണ്ട്സ്, സത്യം പറയാമല്ലോ, എനിക്ക് ഈ ഒരു പ്രായത്തിനിടയിലും അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും വന്നിട്ടില്ല. അതിന് എന്നെ സഹായിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ ഈ ചിട്ടയോട് ചെയ്യുന്ന ഈ വർക്കൗട്ടുകൾ തന്നെയാണ് ഫ്രണ്ട്സ്. കാരണം ഞാൻ എങ്ങനെയൊക്കെ ആയാലും ഒരു അരമണിക്കൂറെങ്കിലും ഞാൻ വീട്ടിൽ വർക്കൗട്ടിനായിട്ട് ഞാൻ സമയം കണ്ടെത്തും. ഞാൻ ജിമ്മിൽ പൊയ്ക്കൊണ്ടിരുന്ന ആളാണ്, ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ജിമ്മിൽ ഞാൻ പോകുന്നില്ല. പക്ഷേ ഞാൻ വീട്ടിൽ തന്നെ ഒരു അരമണിക്കൂർ, ഞാൻ എൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരമണിക്കൂർ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഈ വർക്കൗട്ടിന് വേണ്ടി ഞാൻ സമയം ചിലവഴിക്കാറുണ്ട്. അതിനൊക്കെ തന്നെ ഫുഡൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് തന്നെയാണ് കഴിക്കുന്നത്. അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഒരുപക്ഷെ ഒരുവിധ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഞാൻ ദൈവത്തിനോട് നന്ദി പറയുകയാണ് ഇങ്ങനെ ജീവിതം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സ്റ്റെപ്പ് കയറാനാണെങ്കിലും ഉയരങ്ങൾ ചാടി കയറാനാണെങ്കിലും അറ്റ്ലീസ്റ്റ് മരത്തിൽ പോലും ഞാൻ ചാടി കയറും. കാരണം എനിക്ക് അത്രയ്ക്കും ഒരു ഫിറ്റ്നസ്, ഒരു എൻഡുറൻസ് ഉണ്ട്, ഫിറ്റ്നസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം സാധിക്കുന്നത്. പക്ഷേ ഇത് വർക്കൗട്ട് കൊണ്ട് മാത്രം ഞാൻ സാധിച്ചെടുത്തൊരു കാര്യമാണ് ഫ്രണ്ട്സ്. ഓക്കെ, പല ടൈപ്പ് വർക്കൗട്ടുകൾ വീട്ടിൽ ചെയ്ത്, അല്ലെന്നുണ്ടെങ്കിൽ പല ഉപകരണങ്ങൾ കൊണ്ടുള്ള വർക്കൗട്ടുകൾ വീട്ടിൽ ചെയ്ത്, ബോഡി വെയ്റ്റ് വർക്കൗട്ടുകൾ വീട്ടിൽ ചെയ്ത് ഞാൻ തീർച്ചയായിട്ടും ഉണ്ടാക്കിയെടുത്ത ഒരു ഫിറ്റ്നസ് തന്നെയാണത്. എനിക്കത് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വർക്കൗട്ടിലോട്ട് വരിക. നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോസിനെ നിങ്ങൾ ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ ഫിറ്റ്നസ് ലെവൽ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. വീട്ടിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്റ്റാമിന, നിങ്ങളുടെ എൻഡുറൻസ് എല്ലാം നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോസ് നിങ്ങൾ ഫോളോ ചെയ്യും. നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ, നല്ല അറിവുകൾ, ഈ ഫിറ്റ്നസ് സംബന്ധമായിട്ടുള്ള അറിവുകൾ മാത്രമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഞാൻ എൻ്റെ ഒരു ജീവിതത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ഈ പ്രായത്തിലും എനിക്കിങ്ങനെ ഒരു കാര്യക്ഷമമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ, കാരണം ഹോസ്പിറ്റലുകൾ നിറങ്ങി നടക്കേണ്ട യാതൊരു ആവശ്യവും വരുന്നില്ല, അമിതമായിട്ട് മരുന്ന് കഴിക്കേണ്ട ആവശ്യം വരുന്നില്ല, അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല. കാരണം തീർച്ചയായിട്ടും
അത് എൻ്റെ ഈ വർക്കൗട്ടിൻ്റെ എൻ്റെ ദിനചര്യകളുടെ ഭാഗമായിട്ട് തന്നെ ഞാൻ മാറ്റിയതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഏത് തരം വർക്കൗട്ട് വേണമെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യും. തീർച്ചയായിട്ടും ഞാനത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ജിമ്മിൽ പോകാൻ സമയമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരല്പം സ്ഥലത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. നിങ്ങളുടെ ബോഡി ഫിറ്റ്നസ്സിലെല്ലാം നിങ്ങൾക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റും. ഓക്കെ, ഭയങ്കര ബൾക്കി ആയിട്ടുള്ള ഒരു ബോഡി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതേ കണക്കുള്ള വർക്കൗട്ടുകൾ നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ, അതല്ല ഫിറ്റ്നസ്സാണ് നിങ്ങൾ ലക്ഷ്യമെങ്കിൽ അതേ കണക്കുള്ള വർക്കൗട്ടുകൾ നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ഡയറ്റ് നിങ്ങൾ പ്രോപ്പറാക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾ എന്താണോ അതിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബൈ ബൈ, ടാറ്റ.